മന്ത്രി പറഞ്ഞൊരു തെറ്റാണ് എന്ന് വെച്ചാൽ മന്ത്രി പറഞ്ഞൊരു കളവിൻ്റെ പേരിൽ കേരളത്തിൻ്റെ തെരുവുകൾ വിദ്യാർത്ഥികൾ തല്ലുകൊള്ളേണ്ടി വന്നു. ഞങ്ങൾ സമരമിരിക്കും, ഞങ്ങൾ മാത്രമല്ല വിവിധ വിദ്യാർത്ഥി സംഘടനകൾ സമരത്തിൽ ഇറങ്ങേണ്ടി വന്നു. അവർക്കെതിരെ നോൺ ബെയിലബിൾ ഒഫൻസ് എടുത്തു, ജയിൽവാസം അനുഭവിച്ചത് പോകട്ടെ. തെറ്റാണ് എന്ന് സഭക്കകത്ത് മന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് ഈ കേസുകൾ പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറയാൻ മന്ത്രി തയ്യാറാകണം. ഇനി മാപ്പ് പറയാൻ മന്ത്രി കഴിയില്ലെങ്കിലും ഈ കേസ് പിൻവലിക്കാൻ മന്ത്രി തയ്യാറാണ്. കാരണം താങ്കൾ പറഞ്ഞ ഒരു കള്ളത്തരത്തിൻ്റെ പേരിൽ താങ്കൾ പറയുന്നത് കളവാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ തെരുവിൽ വിദ്യാർത്ഥികൾ മുഴുവൻ സമരം വരുന്നത്. അത് കളവാണ് എന്ന് താങ്കൾ നിയമസഭക്കകത്ത് പറഞ്ഞതിലൂടെ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ തെരുവിലേക്ക് വിദ്യാർത്ഥികളെ സമരത്തിന് ഇറക്കിവിട്ടത് താങ്കളുടെ തെറ്റായ ഒരു സന്ദേശമാണ്. ആ തെറ്റു തിരുത്തിയ സ്ഥിതിക്ക് അത് പൂർണ്ണമാവുക ഈ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുന്നതിലൂടെയാണ് എന്ന് മന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. ഒരു രസകരമായ സമരമാണ് എസ് എഫ് ഐയുടെ സമരം. നമുക്കറിയാം, ആമസോൺ കാർഡുകൾക്ക് തീ പിടിച്ചപ്പോൾ കോഴിക്കോട് ടൗണിലും മലപ്പുറം ടൗണിലും സ്തംഭിപ്പിച്ചവരാണ് എസ് എഫ് ഐക്കാർ. അതൊരു തെറ്റായ കാര്യമാണ് ഞങ്ങൾ പറയുന്നില്ല. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അത്ര ഉയർന്ന ചിന്തകളൊക്കെ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലതാണ്. പക്ഷേ മലപ്പുറത്തും കോഴിക്കോട്ടും വിദ്യാർത്ഥികൾക്ക് സീറ്റില്ലാതിരിക്കുമ്പോൾ, മലബാറിലെ വിദ്യാർത്ഥികൾ പഠിക്കാൻ കഴിയാതിരിക്കുമ്പോൾ നിങ്ങളുടെ ചാനലുകളിലൂടെ തന്നെ വിദ്യാർത്ഥികൾ കരഞ്ഞുകൊണ്ട് ഫുൾ A+ൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ച് ഇനി ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ സീറ്റുണ്ട് എന്ന് പറഞ്ഞ മന്ത്രിക്ക് പിന്തുണ കൊടുക്കുകയും അവസാനം സമരം ശക്തമാവുകയും എല്ലാവരും മാധ്യമങ്ങൾ ഉൾപ്പെടെ കണക്കുകൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഇനിയാന്ന് ചർച്ചയ്ക്ക് വിളിക്കുന്നതിൻ്റെ തലേ ദിവസം മലപ്പുറത്തെ കളക്ട്രേറ്റിലേക്ക് മാത്രം ഒരു സമരം. മലപ്പുറത്ത് നമുക്കറിയാം, അവിടെ ഒരു ഹോട്ടലുണ്ട് മലപ്പുറം കളക്ട്രേറ്റിന് മുമ്പിൽ, അപ്സര ഹോട്ടൽ എന്നതിൻ്റെ പേര്. ആര് സമരം നടത്തിയാൽ ആ ഹോട്ടൽ പൂട്ടിയിടും. കാരണം എന്താ വെച്ചാൽ ആദ്യ സമരം നടന്നാൽ പ്രയാസം ഉണ്ടാകുക അവർക്കാണ്. ആ ഹോട്ടലിലെ കാഷ്യറോ അവിടുത്തെ സപ്ലയറോ പോലും അറിഞ്ഞിട്ടില്ല എസ് എഫ് ഐയുടെ സമരം എന്നുള്ളതാണ്. അത്ര വളരെ മാന്യമായിട്ട് അവർ മുദ്രാവാക്യം വിളിച്ചത്. നടന്നു പോകുന്ന വഴികൾക്ക് പോലും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. അത്ര മാന്യമായൊരു സമരം നടത്തിയിട്ട് ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുള്ള, സമരത്തിൽ അറസ്റ്റ് വരിച്ച, സമരത്തിന് നേതൃത്വം കൊടുത്ത, ഞങ്ങളുടെ കൂടെ നിൽക്കാൻ എസ് എഫ് ഐ കാണിച്ച വിശാല മനസ്കതയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇനിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ പറയുന്നത് മുഴുവൻ പൂർത്തീകരിക്കാൻ എസ് എഫ് ഐ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്നവരോട് അപേക്ഷിക്കുകയാണ്. തീർച്ചയായും ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞു, ഞങ്ങൾക്ക് സീറ്റുകളല്ല, സ്ഥിരമായ ബാച്ചുകൾ അനുവദിക്കേണ്ടത്. മന്ത്രി പറയുന്നു താൽക്കാലിക ബാച്ചുകൾ മുന്നോട്ട് വെക്കാമെന്ന് പറയുന്നു. 2 അംഗ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. കമ്മീഷൻ വളരെ കൃത്യമായി കണക്കുകൾ സഹിതം ഞങ്ങൾ ബോധ്യപ്പെടുത്തും. താൽക്കാലിക ബാച്ചല്ല, സ്ഥിരമായ ബാച്ചുകൾ തന്നെയാണ് ഉണ്ടാകേണ്ടത്. അതിനെന്താണ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത്? സ്വാഭാവികമായി ഒരു നയപരമായ വിഷയമായതുകൊണ്ട് അവർക്ക് നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അതിന് സമിതി വേണ്ടി വരും, അന്വേഷണം വേണ്ടി വരും, ചർച്ചകൾ വേണ്ടി വരും. അതിന് സ്വാഭാവികമായ സമയമെടുക്കും. അതെല്ലാം എടുത്താലും സ്ഥായിയായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകണം. ഇന്നിപ്പോൾ ഇവിടുത്തെ ചില വാർത്ത ഞങ്ങൾ കണ്ടത്, തെക്കൻ മേഖലയിലെ സ്റ്റാഫ് റൂമിൽ ഉറങ്ങുകയും ക്ലാസ് എടുക്കാതിരിക്കുകയും വളരെ പൂർ പെർഫോമൻസ് ആണ് എന്ന് PTA-യും അവിടുത്തെ സ്ഥലം MLA-യും അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രധാന അധ്യാപകരൊക്കെ നിർദ്ദേശിക്കപ്പെട്ട അധ്യാപകരെ മലബാറിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു വന്നാണ്. മലബാറിനോട് എങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ സമീപനം എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. വീട്ടിൽ പറഞ്ഞയക്കേണ്ടവരെ അല്ലെങ്കിൽ പണിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടവരെ മലബാറിലേക്ക് പറഞ്ഞയക്കുക. അതുവഴി ഇവിടെ എന്തെങ്കിലും സീറ്റിന് കുറവുണ്ടായാൽ അടുത്ത വർഷത്തെ പരിഹരിക്കാനുള്ള ശ്രമമായിരിക്കും ഗവൺമെൻറ് നടത്താൻ ശ്രമിക്കുന്നുണ്ടാവുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു കാര്യം ഞങ്ങൾ പറയാം, അങ്ങനെ ഉറങ്ങാതെ സ്റ്റാഫ് റൂമിലിരുന്ന് ഉറങ്ങാതെ ശമ്പളം വാങ്ങാമെന്ന് മലബാറിലേക്ക് വരുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും അധ്യാപകർ വിചാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ബഹുമാനവും വെച്ച് പറയുന്നു, അത് സാധ്യമാകാത്ത രൂപത്തിൽ ഞങ്ങൾ ജാഗ്രതപ്പെട്ട് തെരുവിൽ ഉണ്ടാകുമെന്ന് അവരെ ഓർമ്മപ്പെടുത്താണ്. ഈ തെക്കൻ കേരളത്തിലെ ബാച്ചുകൾ വടക്കൻ കേരളത്തിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് KSU ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അല്ല, ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ പറയുന്നത് തെക്കിലെ സീറ്റ് മലബാറിലേക്ക് മാറ്റണം, മലബാറിലെ പേര് തെക്കിലേക്ക്, അത് ഞങ്ങളുടെ സബ്ജക്റ്റേ അല്ല. കേരളം തെക്കും മലബാറും അതുപോലെ തിരുവിതാംകൂർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. 10ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പൂർണ്ണമായി +1 പഠിക്കാനുള്ള അവസരം നൽകണം. സ്വാഭാവികം നമുക്കറിയാം, ഈ സംസ്ഥാനം എന്ന് പറയുന്നത് സൗജന്യ വിദ്യാഭ്യാസം അവകാശമാക്കിയ ഒരു സ്റ്റേറ്റാണ്. എന്ന് വെച്ചാൽ ഞാൻ 10ാം ക്ലാസ് പഠിച്ചാൽ എനിക്ക് ഇവിടെ +1 സീറ്റ് ലഭിക്കണമെന്ന് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇന്ന കസാരയിരിക്കുന്നത് മന്ത്രി ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടിയുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് എനിക്ക് സീറ്റ് തരിക എന്നുള്ളത്. മലബാറിന് തെക്കിലേക്കോ തെക്കിന് മലബാറിലേക്ക് കൊണ്ടുവരുന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. എന്നാൽ പൂർണ്ണമായി മുഴുവൻ വിദ്യാർത്ഥിക്കും സീറ്റ് നൽകണം. അത് മലബാറെന്നോ തെക്കെന്നോ മലപ്പുറമെന്നോ കോഴിക്കോടെന്നോ അങ്ങനെ അതിർത്തികൾ വെക്കണ്ട. കേരളം ഒരു ഗവൺമെൻസിൻ്റെ കീഴിലുള്ളതാണ്. ആ ഗവൺമെൻസ് ഒരു നിയമമുണ്ട്, എല്ലാവർക്കും പഠിക്കാൻ അവസരം ഉണ്ടാകണം, അത് എല്ലാവർക്കും നൽകുക എന്നതാണ്. ഇനി ഏതെങ്കിലും തെക്കിൽ ഏതെങ്കിലും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ, കോളേജുകൾ ബാച്ചുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ ആർക്കും അത് ആവശ്യമില്ലെങ്കിൽ അത് മലബാറിലേക്ക് കൊണ്ടുവന്ന് പരിഹരിക്കാം. ഇനി അതവിടെ നിർത്തിക്കൊണ്ട് മലബാറിലെ പുതിയ ബാച്ച് പ്രഖ്യാപിച്ച് പരിഹരിക്കാം. പരിഹാരം എന്തെന്ന് ഗവൺമെൻറ് തീരുമാനിക്കേണ്ടതാണ്. ആത്യന്തികമായി കേരളത്തിലെ മുഴുവൻ 10ാം ക്ലാസ് പഠിച്ച 5 ലക്ഷത്തിനടുത്ത് വരുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും +1 പഠിക്കാൻ അവസരം ഉണ്ടാവുക എന്നതാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.